വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് കളക്ഷനുമായിട്ടാണ്. ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ അല്ല, രണ്ടു മൂന്ന് പാട്ടായിട്ടൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്കും അതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പോവുള്ളൂ. സോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൽ തന്നെ മാറ്റി ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിനും ഡെയിലി യൂസേഴ്സിനും ഒക്കെ യൂസബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് മാർസ്. ഏതൊരാളുടെയും കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള, ഏതൊരാളുടെയും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ലിപ്സ്റ്റിക്കാണ് മാർസ്. വളരെ ബേസിക് ആയിട്ടുള്ള ഏതൊരാൾക്കും മേടിക്കാവുന്ന റേഞ്ചിൽ അവർ ഇറക്കുന്ന കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്. സോ അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ ഷെയ്ഡ്. ഇതാണ് 12 എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഇതൊരു കപ്പച്ചീനോ ഒരു ഷെയ്ഡ്, ഒരു കളറിലേക്കാണ് ഇതിന്റെ വേരിയന്റ് പോകുന്നത്. ഇത് കുറച്ച് പാടാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ലിപ്സ്റ്റിക് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇങ്ങനെ ബ്രൗണിഷ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ ചുണ്ടിലെ കളർ വെച്ച് നോക്കിയാൽ ഇത് തനി ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് മാറ്റിയാണ്. നമുക്കിത് സ്വാച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല വ്യത്യാസമില്ലേ? ഇത് മാറ്റി ലിപ്സ്റ്റിക് ആണ്. എന്നാൽ കുറച്ചൊരു ലോങ് സ്റ്റേ എന്ന് പറയാം. എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് വെച്ചിട്ട് പുറത്ത് പോയി കഴിച്ച് തിരിച്ചു വന്നപ്പോൾ തന്നെ അത് ഫേഡ് ആയിരുന്നു. ഇനി ഞാൻ കഴിച്ചിട്ട് ഫുഡിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഒരുവിധം കുഴപ്പമില്ല. ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഷെയ്ഡ്. ഇത് കറക്റ്റ് ബ്രൗൺ ആണ് അല്ലേ? അപ്പം ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ബിലോ 150 എനിക്ക് കിട്ടിയത് കേട്ടോ. ബിലോ 150 എനിക്ക് 200ലേക്ക് നിൽക്കുന്ന റേഞ്ചുള്ള ഒരു ഡെയിലി വിയർ, ഓഫീസ് വിയർ, കോളേജ് വിയർ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് കേട്ടോ. അപ്പം ഇതിന്റെ കവർ കാണിക്കുന്നത് പോലെ തന്നെ വളരെ സെയിം ആയിട്ടുള്ള കളറാണ് അകത്തും. സോ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണിത്. പാക്കേജ് വന്നിട്ട് വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജാണ്. രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് വരുമ്പോൾ ഇതാണ്. ഇത് പരിചയമില്ലാത്തവർ ആരും കാണില്ല. മാർസിനെ പോലെ തന്നെ അവരോട് കിട പിടിച്ച് നിൽക്കുന്ന ഒരു ഐറ്റമാണ് സ്വിസ് ബ്യൂട്ടി. സ്വിസ് ബ്യൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതും വളരെ അല്ല മാറ്റി ആയിട്ടുള്ള, എന്നാൽ എനിക്ക് ഒരു ക്രീമി ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു വേർഷന് വന്നിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത് കേട്ടോ. ഇതിന്റെ പാക്കേജിങ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് തന്നെയാണ് അതിനോട് ചേർന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. ഇപ്പൊ ബ്ലാക്ക് തന്നെയാണ്, നമുക്ക് അതിനകത്ത് എന്താണ്, ഇതിന്റെ അടി നോക്കാതെ എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരും. ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ലിപ്സ്റ്റിക് കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോങ് സ്റ്റേ ഒന്നുമല്ല. ഇതിനും ഒരു ബ്രേക്ക് എടുത്ത് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും കോളേജിൽ പോകുന്നവരാണെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോയി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ കൂടി നമ്മൾ ഒന്ന് കണ്ണാടി നോക്കി ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്താൽ അത് ഒന്നുകൂടി ഒന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ അത് ഫേഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 08 ആണ്. പീച്ച് ഡേ എന്നാണ് ഇതിന്റെ ഷെയ്ഡിന്റെ പേര്. ഇതെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എവിടെ നിന്നാണ് മേടിച്ചതെന്നും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ചെയ്തത് കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മാർസിന്റെ 12 അതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ 08 പീച്ച് ഡേയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് രണ്ടും ന്യൂഡ് വേർഷനിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് മാറ്റി. എന്നാൽ അധികം ക്രീമി അല്ലെങ്കിലും എനിക്കൊരു ഇത്തിരി ക്രീമി ആയാൽ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. പോകുമ്പോൾ ഞാൻ അതും ഷോർട്സിൽ ഇട്ടിരുന്നതാണ്. ഷെയ്ഡ് അടക്കം എല്ലാം ഉണ്ട് അതിനകത്ത്. ഇതാണ് കേട്ടോ. ഇത് മൾട്ടി പർപ്പസ് ആണ്. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് എപ്പോഴും മൾട്ടി പർപ്പസ് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രീമി ലിപ്സ്റ്റിക് നമുക്ക് ബ്ലഷ് ആയിട്ടും ഐ ഷാഡോ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് നല്ല ബ്രാൻഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റേജിന്റെ 3-in-1 ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു കളറ്, ഇവിടെ കുറച്ചുകൂടെ ഡാർക്ക് കളറ്. അതിന്റെ ഏറ്റവും മുകളിൽ വരികയാണെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല, ഞാനത് മെൻഷൻ ചെയ്തേക്കാം. സോ ഇത് ലവ് ട്രയാങ്കിൾ ലിപ്സ്റ്റിക് ആണ്. സ്റ്റേജിന്റെ 3-in-1 ലിപ്സ്റ്റിക് ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 12 അവർ ഇത് നിൽക്കുമെന്നാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത്. സോ ഇത് 01 ബ്ലാക്ക് പിങ്ക് ആണ്. എന്താണ് ബ്ലാക്ക് പിങ്ക് 01 ആണ് ഇതിന്റെ ഷെയ്ഡ്. സോ ഇത് ഞാൻ ഇതിന്റെ ബ്രൈറ്റ്നെസ് കണ്ടിട്ടും കൂടിയാണ് വാങ്ങിച്ചത്. ബ്രൈറ്റ് പ്ലസ് ന്യൂഡ് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് തന്നെ എടുത്തതാണ് കേട്ടോ. വളരെ നല്ല ഷെയ്ഡ്സ് ആണ്. ഒന്നില് ബ്രൈറ്റ് ഇട്ടിട്ട് മറ്റൊരു മേൽചുണ്ടിൽ ഇപ്പോൾ അല്ലെങ്കിൽ ചുണ്ടുകളിൽ മാറി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ഷെയ്ഡിലേക്ക് പോകും. ന്യൂഡ് വേണ്ടവർക്ക് ന്യൂഡ്, അല്ലെങ്കിൽ ബ്രൈറ്റ് വേണ്ടവർക്ക് ബ്രൈറ്റ്, അങ്ങനെ രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ടിപ്പിലുള്ള കളർ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ടിപ്പിലുള്ള കളർ ആണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ രണ്ടും കൂടി ചേർന്ന ഒരു കളർ മിക്സ് ചെയ്യാൻ നിൽക്കാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ മെറൂണിഷ് ഷെയ്ഡാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ കളറും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കിട്ടുന്നതാണ്. അതിന്റെ ടോപ്പ് എൻഡ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. രണ്ടും കൂടെ ചേർന്നൊരു കളറായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം കണ്ടോ, വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിലേക്ക് നമുക്ക് പോകാം. 4-മത്തെ ലിപ്സ്റ്റിക് ആണ്.
ലിപ്സ്റ്റിക് ആണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ബ്രൗൺ. ഇത് കാണുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനില്ല, ബ്രൗൺ തന്നെയാണ്, ന്യൂഡാണ്, എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതാണ്. ഞാൻ കാണിക്കുന്ന എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ്. ഇത് നമ്മൾ സ്വാച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു ബലം കൊടുക്കേണ്ടി വരും ഈ കഴിഞ്ഞ നിമിഷം, കാരണം ഇത് നല്ലൊരു മാറ്റി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് കുറച്ചൊന്ന് അമർത്തി പ്രസ് ചെയ്യേണ്ടി വരും, അപ്പോഴേ അതൊന്ന് ചുണ്ടിലേക്കും അല്ലെങ്കിൽ സ്കിന്നിലേക്കും ഒന്ന് ആവത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് ആ കാണുമ്പം എല്ലാം വേറെ വേറെ കളറുകളാണ് അല്ലേ. സോ ഇതൊരു ക്രീമി ലിപ്സ്റ്റിക് അല്ല, എനിക്ക് അതൊരു ക്രീമി ലിപ്സ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇങ്ങനെയാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. കറക്റ്റ് ബ്രൗൺ ആണ്, ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണ്, ബ്രൗൺ. ഓക്കെ, ഇങ്ങനെയാണ് അത് വരുന്നത്. സോ അടുത്തേക്ക് കൊണ്ടുവരുന്നവരും കൂടുതലും അത് കാണാൻ പറ്റുന്നില്ല, ഞാനത് പരിഹരിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇതെനിക്ക് 100 റുപ്പീസിന് അല്ലെങ്കിൽ 100 റുപ്പീസിന് താഴെ ഞാൻ മേടിച്ച, അല്ലെങ്കിൽ അതെ പർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് 214 ക്യാരമൽ ആണ്. 214 ക്യാരമൽ ആണ് ഇതിന്റെ ഷെയ്ഡ്. ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണത്തില്ല ക്യാമറയിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്തത്. സോ ഇതിന്റെ എല്ലാം ഷെയ്ഡ്സ് ഞാൻ ചുണ്ടിലിട്ടത് കാണണമെങ്കിൽ ഷോർട്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. ഇപ്പൊ നമുക്ക് സമയം കളയാതെ അടുത്ത ലിപ്സ്റ്റിക്കിലേക്ക് പോകാം. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ലാക്മിയുടെ ആണ്. ലാക്മിയുടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള കുഷ്യൻ മാറ്റി ലിപ്സ്റ്റിക് ആണ്. കുഷ്യൻ മാറ്റി ലിപ്സ്റ്റിക് ആണ്. അതായത് അവർ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മാറ്റി ആണ്, ലോങ് സ്റ്റേ ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഷെയ്ഡ് വന്നിട്ട് CD2, ദെൻ കുഷ്യൻ മാറ്റി ലിപ്സ്റ്റിക് 4.5 ഗ്രാം ആണ് ഇത് വരുന്നത്. സോ ഇതും ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ദെൻ അതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും, ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ, കണ്ടോ? സോ ഇതാണ്. ഇത് നമ്മൾ സ്വാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഭയങ്കര പെട്ടെന്ന് തൊടുമ്പോൾ തന്നെ അത് കയ്യിലേക്ക് അല്ലെങ്കിൽ ചുണ്ടിലിടുമ്പോൾ തന്നെ അതങ്ങ് പരന്ന് നമുക്ക് കിട്ടും. ഭയങ്കര ക്രീമിയാണ്, ഇടാൻ നല്ല സുഖമാണ്. സോ കമ്പയറിംഗ് ടു ദീസ് ലിപ്സ്റ്റിക്സ്, ദെൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് വന്നിട്ട് മാത്രമേ ചെറിയൊരു ബലം കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. സോ ഇതാണ്. അപ്പം ഈ ലിപ്സ്റ്റിക്കുകളെല്ലാം വളരെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, എന്നാൽ ഫേമസ് ആയിട്ടുള്ള, വൈറലായ ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ ഇതെല്ലാം കാണിച്ചത്. കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ അതർ വെറൈറ്റീസുമായിട്ട്, മാറ്റിയും അല്ലാത്തതൊക്കെ അതർ വെറൈറ്റീസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാം കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം ഇത് ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ലിപ്സ്റ്റിക് ആണ്, അഫോർഡബിൾ ആണ്. നമുക്ക് പർപ്പിളിലും നൈക്കയിലും ഒക്കെ കിട്ടും, ഈവൻ ആമസോണിലും കിട്ടും. സോ ബ്യൂട്ടി ആപ്സിൽ നിന്ന് വാങ്ങിക്കുകയായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ബൈ പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ഫ്രം ഗ്ലാഡ് ടു മീറ്റ് യു. ബൈ ഫ്രം ഷാലു. ബൈ.